ഹലോ, എസ് ജെ കപ്രസോയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ, 7:30 തോന്നുന്നു. പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്നലെ ഒരു 10-11:30 വരെ നമുക്ക് കല്യാണം ഉറങ്ങിയപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ നമ്മളെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് ഇപ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ കുത്തിയിരിക്കുന്നതേ ഉള്ളൂ. ഇച്ചിരി ഡ്രസ്സ് മാറി, ഞാൻ ഡ്രസ്സ് മാറാനൊക്കെ ഉണ്ട്. പല തേച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അങ്ങനെ ഞാൻ മിറ്റം അടിച്ച് പറ്റണ തുറക്കട്ടെ കൈസ്. അത് കഴിഞ്ഞിട്ട് വേണം
നാത്തൂനും എനിക്കും കൂടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവളവിടെ അടുക്കള വേറെ എന്തോ ഒരു ചെറിയ പണി ചെയ്തുകൊണ്ടിരിക്കുവാണ്. മെറ്റം അടിച്ചിട്ട് ഞങ്ങൾ അപ്പം ഒന്നിച്ചുണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അമ്മച്ചിയൊക്കെ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇല്ല. അപ്പത്തിനുള്ള മാവ് അമ്മച്ചി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറി അമ്മച്ചി വെച്ചിട്ട് പോയി. അപ്പം മാത്രം ഞങ്ങൾ ഉണ്ടാക്കുന്നു. ഞങ്ങളുടെ ഒറിജിനൽ കളർ ഇതല്ല കേട്ടോ, അത് വേറെ. ഇത് ഫിൽറ്റർ, ഇത് ഫ്രണ്ട് ക്യാമറയാണ്. അത് ഞങ്ങളുടെ അത്ര തെളിച്ച് കാണുന്നില്ല. ഐഫോൺ കമ്പനിക്കാരോട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ലേശം കൂടെ ക്ലാരിറ്റി എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ അപ്പം എനിക്കിന്നത് കാണത്തില്ല. കുട്ടികളെ എടുത്തിട്ട് ഇങ്ങോട്ട് ചോദിച്ചു. മൂടി ഗിമി മൂടി. നിന്നെ ഒരാഴ്ച മുമ്പ് ഇങ്ങോട്ട് വിട്ടത്. ഇതൊക്കെ എടുത്ത് റെഡി വേണ്ട. ഇതേ ഇവിടെ കിട്ടി. 9 മണി. ഭാര്യ വീട്ടിൽ പരമസുഖമാണ്. ഞാൻ ഡെയിൻ മൈലേക്ക് എഴുന്നേക്കോ? എഴുന്നേക്കണോ? ഇപ്പോൾ 9 മണിയാകുമ്പോൾ തീരുമെന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, 9 മണിക്കാണ് തുടങ്ങിയേ. അപ്പം അമ്മച്ചൊക്കെ 7:45 പോയാലോ? ഞാൻ വെച്ച് 9 മണിയാകുമ്പോഴത്തേനും തീരും. ഇവാനേ നമുക്ക് കഴിച്ച് നോക്കട്ടെ, അറിയാവുന്നോ? ഉച്ച കാണിച്ചു കൊടുക്കും ഇവാനിനെ. ചായ ഇതെന്താ ചായക്കകത്ത് നോക്കുന്നേ? ഇവാനി കഴിച്ച് പഞ്ചസാര കൂട്ടിയിട്ട് നോക്കട്ടെ. ഇവാനി കുറച്ച് അത്ഭുതത്തോട് കൂടി നോക്കുക. കഴിച്ചു ഇതെന്നെ കാണിക്കുന്നതാണ്. കഴിച്ചേ നോക്കട്ടെ. പഞ്ചസാര കൂട്ടി കഴിക്കേ. മിടുക്കി ചുമിടുക്കി സൂപ്പർ. പയ്യേ ഗ്ലാസ് കൂട്ടി. അല്ലേ അയ്യോ നമ്മൾ ഓ ചെവിയുടെ കീഴെന്ന് അതൊന്ന് മാറ്റാവോ? ഇതറിയില്ലല്ലോ. എൻ്റെ ചേട്ടൻ അങ്ങനെ വിളിച്ചാലൊന്നും എഴുന്നേക്കില്ല ഗൈസ്. എൻ്റെ ചേട്ടന് തോന്നിയാൽ മാത്രമേ എഴുന്നേക്കത്തുള്ളൂ. ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ അങ്ങനെയൊക്കെ അല്ലേ, ഭർത്താവിനെയൊക്കെ അങ്ങനെ വിളിച്ചെഴുന്നേക്കും. പക്ഷേ ഞങ്ങൾക്കതൊന്നും ഇഷ്ടമല്ല. വിശക്കുമ്പോൾ എഴുന്നേക്കും, അതാണ് ഞങ്ങളുടെ റൂൾ. ഞാൻ എൻ്റെ ആങ്ങളെ അങ്ങനെ പഠിപ്പിച്ച അങ്ങനെ പഠിപ്പിച്ചു. നാത്തും വിളിക്കുന്ന ഒറ്റ വിളിക്കുന്ന പെൺകോന്തനായിരുന്നു. അപ്പോൾ ഗൈസ് കുറച്ചേരം കിടന്നാൽ ഞങ്ങൾ കുറച്ചേരം വീഡിയോ എടുക്കാം. നോക്കിക്കേ ഇവാനി എന്നെ എടുക്കുവാ. ഞാൻ കഴിക്കേ. ചേച്ചി ഫുള്ള് കഴിച്ചു കണ്ടോ? മാമനെ അമ്മ വിളിക്കുന്നില്ല, മാമനെ എണീക്കാൻ പറയാൻ. ഓ പണിയില്ല, പണിയൊന്നും ഇല്ല, പണിയില്ല, കൂലി പണിയില്ല. അതുകൊണ്ട് ഇങ്ങനെ കിടക്കാം. ജയ്സൺ ടീച്ചറെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ടീച്ചർ അതേ വരുന്നില്ല കേട്ടോ.
പല്ല് തേക്കട്ടെ ഗൈസ്, പല്ല് തേക്കണം, ചായ കുടിക്കണം, പരിപാടികൾ കുറച്ചുണ്ട് ഗൈസ്. ഉറക്കം അങ്ങോട്ട് മതിയായില്ല. അപ്പം അറിയത്തില്ലല്ലോ. അപ്പം വിശക്കാൻ തുടങ്ങിയത് പല്ല ശരിയല്ല, കഴിക്കട്ടെ ഗൈസ്. രാവിലെ അപ്പം, ചിക്കൻ കറി, ഓട്ടി. അമ്മച്ചി വെച്ച കറി, നീ ഉണ്ടാക്കിയ കട്ടൻ ചായ. അതോ അമ്മ വെച്ചാ ഇനി നമുക്ക് കുറച്ച് മീനും കൂടെ വറുത്ത് വെക്കാനുണ്ട്. ബാക്കി കറികളൊക്കെ അമ്മച്ചി വന്നിട്ട് നോക്കിയിട്ട് എന്നാന്ന് വെച്ചാൽ സെറ്റ് ചെയ്യും. കുറച്ച് മീനും ഇവിടെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്ത് വറുത്ത് വെച്ചതാണ്. ഇതിനിടയ്ക്ക് നമ്മൾ തലേദിവസം പള്ളി പെരുന്നാളിന് മേടിച്ച ഹൈഡ്രജൻ ബലൂൺ ഉണ്ടായിരുന്നു. കുറേ എണ്ണം അതിൽ സ്റ്റെപ്പിലൊക്കെ കെട്ടിയിട്ടു. ഇച്ചുവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് ഹൈഡ്രജൻ ബലൂൺ മേലോട്ട് പോയിട്ടുണ്ട്. അതൊന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഡാമിൽ വെള്ളം കണ്ടോ? ചുമോളോട്ട് നോക്കി അങ്ങോട്ട് നോക്ക്. ഡാമിൽ വെള്ളം കണ്ടോ? കുടിക്കായിരുന്നു. ഇപ്പൊ വരാട്ടോ. ഇറങ്ങാം, യേശു ഇറങ്ങാം. പോ യേശു, താഴോട്ട് വീടും കേട്ടോ. ഇതാണ് കേസ് നമ്മുടെ വീടിൻ്റെ മേലെ കയറി നാളത്തെ വ്യൂ. യേശു സൈലോട്ട് പോലെ ചുറ്റപ്പെട്ട വെള്ളം. ഇവിടെ വരെ പോയിട്ടിങ് പോരെ, എല്ലാവരും എടുത്തോളാം. ഇവിടെ വരെ ഈ വളവ് വരെ ഇങ്ങ് പോയിട്ടിങ് പോരെ. എടാ ഇവിടെ വരെ പോയിട്ടിങ് വന്നാൽ മതി. മുറുക്കെ പിടിക്കണേ, ഇവാനെ മുറുക്കെ പിടിക്കണേ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാ പിന്നെ വണ്ടി കൊണ്ട് ഓടുന്നു. ഫോണുണ്ടോ? അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിറങ്ങി മാങ്ങയുടെയും തേങ്ങയുടെയും ഒക്കെ കണക്കെടുത്തോണ്ടിരിക്കുമ്പോൾ അനിയും പിള്ളേരെയും കൊണ്ട് പോയിട്ട് തിരിച്ച് വന്നത് അമ്മേനെയും കൂട്ടിയിട്ടാണ്. അമ്മ പള്ളിയിൽ പോയതായിരുന്നു. അമ്മ ഈ പകുതി വഴിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മേനെയും കൂട്ടി വന്നു. ഒരു ബുള്ളറ്റേൽ ഇത്രയും പേര്. അപ്പോൾ നിങ്ങൾ വലിയ NH ടൗണിൽ കൂടെ, ടൗണിൽ കൂടെ ഒന്നല്ല, ഈ ചെറിയ പോക്കറ്റ് റോഡിൽ അമ്മച്ചി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മേനെയും കൂടെ കൂട്ടി ഇങ്ങ് പോകുന്നതാണ്. ഇത്രയും പേരെയും കൊണ്ട് പോകുമ്പോൾ ഇനിയിപ്പം പറയും ഇത്രയും പേരെ കയറ്റി വണ്ടിയെ കയറ്റി പോകും. ഞങ്ങളെല്ലാവരും കൂടെ മുറ്റത്ത് കൂടി നിന്നിട്ട് തെങ്ങേനെ കരിക്ക് നോക്കിയിട്ട് കരിക്ക് ഷെയ്ക്ക് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി ഞങ്ങളിങ്ങനെ കൂലങ്കുഷിതമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പള്ളിയിൽ പോയെല്ലാവരും തന്നെ തിരിച്ചും വന്നല്ലോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് കരിക്ക് ഷെയ്ക്കും അതൊക്കെ അടിച്ച് കുടിച്ച് ഇവിടെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു. അവിടുന്ന് എത്തുമേ? കൈ കൊണ്ട് പറിക്കാവോ? ഇച്ചോ ഒരു മിനിറ്റ്. ഇച്ചോ ഇതേ അങ്ങോട്ട് പോലെ, അങ്ങോട്ട് മാറി, അങ്ങോട്ട് മാറ. ഇതായിരിക്കും അമ്മ കുറച്ചുകൂടെ. അതല്ലേ? ഓ താഴെ അത്ര ഹൈറ്റിൽ നിന്ന് കയറണ്ടേ. ഇച്ചോ ഇച്ചോ ന്യൂ മോഡൽ കരിക്ക് വെട്ടം.
ഇത്ര ഹൈറ്റിൽ നിന്ന് കാണാമല്ലേ. ഹലോ ഗൈസ്, അമ്മച്ചി വെട്ടിയ കരിക്ക് പൊട്ടിച്ചത്. അവിടെ വെച്ച് വെട്ടണേ. ആരാടാ നിങ്ങൾ ആരെ വാശി കയറ്റുന്ന പുല്ല് പോലെ അമ്മച്ചി ഇന്ന് വെട്ടുന്നോ? ശരി എടി, മറ്റേ ശാസ്ത്രം പറയുന്നറിയോ, മണ്ണിൽ മൊത്തം മണ്ണും ചാണകമൊക്കെ ആയിരിക്കും. ചാണകം നീ എടുത്ത് പറഞ്ഞായിരുന്നു, മണ്ണിൽ ചാണ എന്തിനിപ്പോ ചാണകം എടുത്ത് പറഞ്ഞു? അവിടെ അണുക്കളൊന്നും ഇല്ലെന്ന് കൂടിയാണ്. നീ അമ്മച്ചീനെ പോയി, അമ്മച്ചി വൃത്തിയാക്കാത്തതുകൊണ്ട് അവിടെ അണക്കളെന്നാണ് അമ്മച്ചി കരുതിയല്ലേ? ഇവിടെ കുറച്ച് മറ്റേ കൂട്ട് മറ്റേ വൃത്തിയാക്കിയിരുന്നത് ആദ്യം വന്നിട്ട് പറഞ്ഞു തേങ്ങ ചേറ് കൊണ്ടിട്ടുണ്ടോ? എന്താ അമ്മേനെ വേണ്ട, ഇനി അവിടെ ചെത്തിയാൽ മതി. വെള്ളം പോവും. വെള്ളം നിറച്ചല്ലേ വെള്ളപാത്രം ഉള്ളിൽ ഈ സാ ഇത് പിള്ളേർക്ക് കൊടുത്തില്ലല്ലോ. അത് കുറച്ച് ഇതിനകത്ത് കുറച്ചടിക്കാൻ വേണം. അല്ല പാല് മാത്രമായിട്ടൊക്കെ ഇത് ഇച്ചിരി ചെറിയ കിട്ടാലോ. അടിച്ചിട്ടാണോ ഷെയ്ക്ക് അടിക്കാൻ പാകമുള്ള. നീ മധുരം ഉണ്ടോ പറഞ്ഞത്? അത് നോക്കിയമ്മ. ഇത് കുഴപ്പമില്ല. അത് കീറിയല്ലേ? അല്ല ഒരു പൊട്ടിച്ച വെച്ചതുണ്ടായിരുന്നല്ലോ ഷെയ്ക്ക് നമ്മൾ കീറിയ. അതാ എനിക്കൊന്നും എനിക്കല്ല. കടയിൽ നിന്ന് 10-100 രൂപ കൊടുത്തൊക്കെ എല്ലാവർക്കും മേടിച്ചു കൊടുക്കും. അതിനകത്ത് ഏലക്കൊന്നും ഇടുന്നില്ല. അതിന് ചോയൊന്നുമില്ല. അതെന്ത് കിട്ടാണെന്നും അല്ലാതെ എന്താ. അത് കറക്റ്റ് ഭാഗമാണല്ലോ അമ്മച്ചി, ഇത് കറക്റ്റാണല്ലോ. ആരാതാ എല്ലാം കൂടെ വെള്ളത്തിന് ചോക്കോബാറുണ്ട്. സ്പൂൺ കൂടെ ഒന്ന് കഴിക്കാവോ? എല്ലാവർക്കും തികയണ്ടേ? എനിക്ക് വേണമെന്നില്ല. ഓരോ വീട്ടിൽ പാത്രം ഇല്ലാഞ്ഞിട്ട് ഇവിടെ പാത്രം കൂടിയിട്ട് പാത്രം തട്ടിയിട്ട് നടക്കത്തില്ല. പൊതിഞ്ഞെടുത്തു കൊണ്ടുപോകും. വറുത്തത് ഇച്ചിരി അച്ചാറും കൂടെ അങ്ങോട്ട് അടിച്ചാലോ? വെറൈറ്റി സമയം മീൻ വറുത്തത് അച്ചാറും കൂടെ ഇട്ടാലോ? അമ്മയ്ക്ക് എന്താ ചാറ് വേണ്ടേ? അമ്മ ചാറ് വേണ്ടതോ? ചാറ് വെച്ചിട്ട് മതിയോ? ചാറുണ്ടോ? കഷ്ണം വേണ്ടേ? ഇതുപോലെ കേട്ടോ അവരുണ്ടാക്കുന്ന കട്ടപ്പാലായിരുന്നു സെറ്റപ്പായിരുന്നു. അതേ ടേസ്റ്റ് പിന്നെ നമ്മളൊരു കുടുംബത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു മണ്ണ് വലിയ ബോക്സാണ്. ഇനി ഇല്ലാതെ പ്രത്യേകം പറഞ്ഞിട്ട് വേണം കൊടുക്കും. ഇവിടെ രണ്ടെണ്ണം ഇതിന്റെ ഉണ്ണിക്കപ്പിലെടുക്കണമുണ്ട്. അപ്പം കുഴപ്പമില്ലല്ലോ. ആരും കൊണ്ട് അപ്പം കുഴപ്പമില്ല. അമ്മച്ച തന്നെ അറിയുന്നു. എന്നെ കൂടെ ഉദ്ദേശിക്കണം 3-4 പിള്ളേർക്ക്. ഏറ്റവും പ്രായം ഇതുവരെ കുടിക്കാത്തവർക്ക് കുടിച്ചു കൊടുക്കാം. നമുക്ക് നമ്മളൊരു നാളെ പോകുമ്പോഴാണല്ലോ. എനിക്കറിയില്ല. കഴിച്ചു നോക്കിയാ വാ. ഇവ ജ്യൂസ് ജ്യൂസ് വാ. ഇരിക്ക അവിടെ ഇരിക്ക. ഇഷ്ടപ്പെട്ടാ? കൊടുക്ക പെണ്ണിന് കൊടുക്ക. അവിടുന്ന് വേണം.
ഇനി ഇല്ല കേട്ടോ, തീർന്നട്ടോ. ആരുമില്ല, ഇനി ഇല്ല കേട്ടോ, ഇനി ഇല്ലേ. അതുകൊണ്ട് പയ്യെ കുടിച്ചാൽ മതി. സൂപ്പറാണോ? അതെന്നാ സാധനം? ഇങ്ങനെ അവിടെ നമുക്ക് ഇച്ചിരി തണുപ്പും കൂടെയാണ്. ഗ്ലാസ് എല്ലാരും പോയി കളിച്ചോ. അത് കുടിക്കട്ടെ, ഇവൻ കുടിക്കട്ടെ, ഇച്ചോണ്ട് മാറാൻ. ഇച്ചിരി മീശ വന്നല്ലോ. അപ്പം നമുക്ക് ഇവിടെ അടുത്ത് പാപ്പന്മാരുടെ വീടും ആൻറ്റിമാരുടെ വീടൊക്കെ ഉണ്ട്. നമ്മൾ നാളെ രാവിലെ പോകുന്നതുകൊണ്ട് നമുക്കിപ്പം ഓടിപ്പോയിട്ടൊന്ന് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം. കാരണം വൈകുന്നേരം 4:30 കൂടി നമുക്ക് പള്ളിയിൽ കുർബാനയുണ്ട്. പിന്നെ നാളെ രാവിലെ നമ്മൾ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരിടത്തും പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇറങ്ങുവാണ്. എല്ലാം അടുത്തടുത്ത വീടുകളാണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പോയി എല്ലാവരും ഒന്ന് കണ്ട് കേട്ട് പറഞ്ഞൊക്കെ വരാം നമുക്ക്. അപ്പം അവിടെ ചെന്നിട്ട് കാണാം. സൗമ്യേ എവിടെയാ? വേഗം കറിയാക്ക. ഞങ്ങൾക്ക് വന്നിട്ട് വേണം കഴിക്കാൻ. മറ്റേ അങ്ങനല്ല, അധികം നാളെങ്കിലും പോകണമെന്ന് പറഞ്ഞോണ്ട് അവള് കറിക്കകത്ത് അരിഞ്ഞു കൂട്ടുന്നുണ്ട്. ലക്ഷം രൂപ കഴിയില്ല. ഞാനൊന്നും ചെയ്തില്ല, മതി. എല്ലാം അടുത്തോട്ടും ബേക്കറി നോക്കാം. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ബേക്കറി സെറ്റ് ചെയ്തിരുന്നതാ. ഈ ബേക്കറിയുടെ ഉടമ എന്താണ് ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. അവിടെ പറഞ്ഞിരുന്നു പ്രത്യേകം ബേക്കറി നല്ലതാണെങ്കിൽ അവർക്ക് നമ്പറിൽ മെസ്സേജ് വിടണത്. ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് വിട്ടാൽ മതിയാണ്. ശരിയോ, എൻ്റെ കടയ്ക്ക് ഞാൻ ഇത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബേക്കറി കൊള്ളുകയില്ലെങ്കിൽ അവർ അവിടെ വന്ന് നാട്ടിൽ വന്ന് തല്ലും. ആ ഇവാ പോവാം. അല്ല, ഞാൻ ടൂറ് എന്നാ എൻ്റെ ഷിൻറ്റു ആൻ്റെ ഇടുന്ന് കൊടുക്കുവോ? എൻ്റെ പകുതി ഭാഗം കാണുന്നു. അയ്യോ, വരയ്ക്കാത്ത. അങ്ങനെ ഞാനും നാത്തൂനും ഞങ്ങൾ ഇച്ചും കൂടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിള്ളേരെ കണ്ടില്ല, അവർ കരയുന്നതുകൊണ്ട് അവരെ കൂട്ടിയിട്ടില്ല. രണ്ടുപേരെയും കാണാതെയാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. ഇനിയിപ്പോ ലിജോയുടെ വീട്ടിലോട്ടാ. അല്ലടാ, ഇയാളോട് ചോദിച്ചാൽ അറിയാലോ. നവമിയുടെ വീട് ഇവാന്റിയുടെ അംഗനവാടി തന്നെ വഴിയല്ലേ. നമുക്ക് പക്ഷെ എളുപ്പം ഷോർട്ട് ചെയ്തല്ലേ. നമുക്ക് മാത്തപ്പാറ കൂടി വരുന്നതിനേക്കാൾ എളുപ്പം ഇതാണോ? ഇതൊറ്റ കയറ്റത്തിൽ നമ്മൾ ഇവിടെ എത്തിയില്ലേ അംഗൻവാടി വിടാനായിട്ട്. അല്ലെങ്കിൽ അതിനോട് പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്താണ് കണ്ടോ, 6 കൊല്ലം മുന്നേ കൊണ്ടോ ഞാൻ ഈ വഴി വന്നതാണ്. ഇത് അമ്മച്ചിൻ്റെ മൂത്ത ഞങ്ങളുടെ വീടാണ്. നമ്മൾ ആദ്യം അപ്പോൾ ഇങ്ങോട്ടാണ് വന്നത്. വേറെ ആൻറ്റിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി അതുവഴി കയറുന്നു. പക്ഷെ അവിടെ ആളില്ലാത്തതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ വെച്ചടിച്ച് ഇങ്ങോട്ട് പോന്നു. ഇത് അങ്കിളിൻ്റെ മോൻ്റെ കൊച്ചാണ്, മൂത്തയാൾ. രണ്ടാമത് ആൾ കുഞ്ഞൊരാളും കൂടെ ഉണ്ട്, കൊച്ചു ഉറക്കമാണ്. ഇത് ഈ വീഡിയോ കോൾ വിളിക്കുന്നത് മോൻ്റെ വൈഫ്, പുള്ളിക്കാരത്തി പുറത്താണ്. അവിടുന്ന് നമ്മൾ വന്ന് കറക്റ്റ് സമയത്തോട് വിളിച്ചുകൊണ്ട് കുറച്ച് നേരം വർത്താനം പറയാൻ പറ്റി. കിടക്കാനല്ല, രണ്ടുപേരും സെയിം കളറാണല്ലോ ഉടുപ്പൊക്കെ. അറിയാലോ. അതെ, വായിക്കത്തല്ല. 2 കൈ വായിക്കറ്റ് വെച്ചേ.
കളിക്കുന്നില്ല? പക്ഷെ കുറച്ച് മുമ്പോട്ടിറക്കി പോയി. അമ്മയുടെ ആങ്ങളെ ഉണ്ടാക്കിയതാണെങ്കിലും അന്തസ്സോടെ ഇത് ഉണ്ടാക്കിയതാണെങ്കിലേ അങ്കൾ ഉണ്ടാക്കിയതാ ഷാജി സാർ. അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടില്ല. അതോ വെച്ചു കല്ലു ചെറിയല്ലേ അറിയല്ലോ കേട്ടോ. മേത്തുള്ള വേനെടുക്കും. അമ്മച്ചിയുടെ നാത്തൂനാണ്. ആൻറ്റിയോട് ഞങ്ങൾ പറഞ്ഞാണ് ഒന്നും എടുക്കണ്ടെന്ന്. പക്ഷേ ആൻറ്റി ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ടായിരുന്നു. അത് അവളത് കഴിക്കും. അല്ല അവളത് കഴിച്ചോണ്ട് ചിലപ്പോൾ കുടിക്കാനാൻറ്റി. ഇച്ചിരി കുടിച്ചോക്കെ. അമ്മച്ചീൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മേലത്തെ വീടാണ് അപ്പച്ചൻ്റെ അനിയൻ്റെ വീട്. അപ്പോൾ താഴെ വരുമ്പോൾ എന്തായാലും മുകളിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഈ വീട്ടിലാണ്. അങ്ങനെ നമ്മളിവിടെ വന്ന് പാപ്പനില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആൻറ്റീനോടും പിള്ളേരോടും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. എടി ഒരു 2 റംബൂട്ടാൻ പറിച്ചു കൊടുത്തു ഡിഷിൻ്റെ. അല്ലാതെ പറഞ്ഞ് പറിച്ചു കൊടുക്കാം. ഇച്ചിനോട് മരം റംബൂട്ടാൻ നമ്മുടെ വീട്ടിലുണ്ടല്ലോ റംബൂട്ടാൻ ഇതുപോലെ. ഞാൻ വന്നിട്ടുണ്ട് മുമ്പ്. റംബൂട്ടാനൊക്കെ ഇവിടുന്ന് പറിച്ചു തന്നത് അതെന്നായിരുന്നു? ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നല്ലോ കൊണ്ട്. നമ്മൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഇപ്പോൾ വന്നപ്പോൾ ആ ഞങ്ങളൊരു 10-15 പ്രാവശ്യം വന്നത്. നിങ്ങളെ ആരെയും കണ്ടില്ല. ഞങ്ങളൊരു 10-15 പ്രാവശ്യം വന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പിന്നെ കണ്ടില്ല. അപ്പൊ ശരി. ആര്? ചേച്ചി ഡാൻസ് പഠിക്കാൻ പോന്നാ. ഇച്ചു പോന്നോ? അങ്ങനെ ഡാൻസ് പഠിക്കാൻ പോകുമ്പോ അങ്ങനെ സാരി എടുത്തിട്ടാ ഡാൻസ് കളിക്കുന്നത്. നീ ചേച്ചി ചില സമയത്ത് നീ അമ്മച്ചിമാരുടെ സ്വഭാവമാണല്ലോ. ഇതാരാ? ഫിനിഷിന്റെ പപ്പയാണോ അത്? ചേച്ചി അവിടെ വണ്ടിയിലിരുന്നേ. നമ്മളങ്ങനെ 2 വീട്ടിൽ കയറി. ഇനി പോകുന്നത് നമ്മൾ ചേട്ടായിൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ ചേട്ടായിൻ്റെ തറവാട്ടിലാണ് പോകുന്നത്. അവിടെ അമ്മച്ചിയുണ്ട്. ചേട്ടായിൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുണ്ട്. അങ്ങനെ നമ്മൾ പോകാൻ വന്നപ്പോഴത്തേക്ക് അപ്പച്ചൻ കിടാവിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നു. അപ്പച്ചന് രാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ ടൗണിലോട്ടെത്തി. ഈ നീല പെയിൻ്റ് അടിച്ച വീടാണ് തറവാട്. പുൽക്കൂടിൻ്റെ അകത്തൊരു വീട് പോലെ. ആ കടയിൽ പാർക്ക് ചെയ്യാലോ, ചപ്പാത്തി കടയിൽ. പറഞ്ഞത് അവിടെ കയറത്തില്ലടാ. ഇവിടെ വേറെ കുഞ്ഞാവൊക്കെ ചുമയോട് വർത്താനം പറയുന്നില്ല. ഇതാരാന്നറിയോ? ഇത് മുട്ടത്തെ അപ്പച്ചൻ്റെ അമ്മയാണോ? ഇവിടെ ഒരാഴ്ച മുമ്പേ പോകുന്നോ? ഇതാര്? എന്നാ പോണ്ടടാ, കൊണ്ടുപോണ്ട. എന്നാ അമ്മച്ചിട്ട് പോവാന്ന് പറഞ്ഞേ. അമ്മയോട് പോവാന്ന് പറയാൻ. അമ്മ കൊണ്ടാവല്ലോ. എന്റെ പൊന്നമ്മ ഏതായാലും മീൻ മതിയോ?
നമ്മുടെ തറവാട്ടിലോട്ട് കയറി വരുന്ന പാടെ കാണുന്ന ഹാള് അങ്ങനെയുള്ളതൊക്കെ, പക്ഷേ കിച്ചണും ഡൈനിങ് റൂമൊക്കെ താഴെയാണ്, അണ്ടർഗ്രൗണ്ടാണ്. തറവാട്ടിൽ ഇപ്പം നിൽക്കുന്ന ഇളയ പാപ്പനാണ്. ഇളയ പാപ്പൻ്റെ അമ്മ കൊഞ്ചം വെള്ളം കൊടുക്ക. കാണാൻ പോലും കിട്ടിയില്ല. ഞങ്ങൾ വരുന്നില്ല. ഞാൻ ഫോണ് വണ്ടി വെച്ചിട്ട് അതെ സർപ്രൈസ്. ഞങ്ങൾ ഇളയ അങ്കിളുടെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഇവിടെയുള്ള 2 കിടാങ്ങൾ ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി മുട്ടത്തെ വീട്ടിലോട്ട് വന്നു. ഞങ്ങൾ ഇങ്ങോട്ടും പോന്നു, അവരങ്ങോട്ടും പോയി. ഇപ്പോൾ ഏതായാലും അവർ നടന്ന് വന്നുകൊണ്ടിരിപ്പുണ്ട്. ഓ, നമ്മൾ നേരത്തെ വിളിച്ചുകൊണ്ട് വെള്ളമൊക്കെ കലക്കി വെച്ചിരിക്കുന്നു. ഇതറിയായിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ചു വെച്ചിട്ടുണ്ട്. വാ ഇങ്ങോട്ട്. എടി ഞാൻ വീഡിയോ പിടിക്കുകയല്ല, ഇവിടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിൻ്റെ ചേട്ടത്ര കേൾക്കും.
ഓ മൈ ഗോഡ് സ്റ്റാൻഡേർഡ് ഓ വേണ്ടടി വേമ അല്ല വേമ വേണം 25 ആണ് ഇവിടെ. നിങ്ങളവിടെ പോയതിനെ തറവാട്ടി പോയപ്പോ ഞങ്ങൾ ഇങ്ങോട്ടാ. ആര് എന്നെ കാണാനല്ലേ വന്നേ? ആരത് തുണി ഞാൻ ഇച്ചിരി ചേച്ചി ഇത് പെരുന്നാളിൽ നിന്ന് വൈകിട്ടാ മതിയായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഓർമ്മ ഇടുന്നേ. ഞാൻ എന്റെ കൊച്ചിനെ കുറച്ച് മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ സമ്മതിക്കാണ് നീ. എടി മറ്റേ മാട്ടിയമ്മയ്ക്ക് ഉമ്മ കൊടുക്കുവാണെങ്കിൽ മീനെ കാണിച്ചതാന്ന് പറഞ്ഞു. അത്രയും നേരം ഉമ്മ കൊടുക്കായിരുന്നു. ഇതാ രക്ഷ വരയ്ക്കണം. കൊച്ചിന്റെ മാമന്റെ കണ്ണാക്കി റെക്കോർഡ് കഴിക്കാൻ പറഞ്ഞില്ല. ഇവളുമാർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. രണ്ടുപേരും നല്ല അടിപൊളി ഡാൻസേഴ്സാണ്. ഇവർ പെരുന്നാളിന് പ്രോഗ്രാമുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന കൊച്ച് ഇവിടുത്തെ ആൻറ്റിയുടെ ആങ്ങളുടെ കൊച്ചാണ്. അവർ പെരുന്നാൾ കൂടാൻ വേണ്ടി അവർ ഇടക്കൊച്ചിയിൽ നിന്ന് എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അവരാണ് ഈ ഇരിക്കുന്നത്. അല്ല മോനെ 15 കൊച്ചു അതിലും വലിയ തിന്നേട് തിരക്കായി പോയി ചേട്ടാ. ചേട്ടാ ഈ പാർസൽ ആർത്തെ പിടിച്ച് തിന്നു. ആ തോട്ടി ഇങ്ങോട്ട് എടുക്കണേ ഇതിന്റെ ഇടയ്ക്ക്. പക്ഷെ അത് പഴുത്തില്ലെന്നോ അല്ലേ? പഴുത്തില്ലല്ലേ ഏട്ടാ അമ്മ കിടക്കാൻ? അതെന്നാ അല്ല ഇത് മൂത്തോണോ ഈ സാധനം? എഡിഷിന്റെ ഇത് കുരു കൊണ്ടാ നമുക്ക് ഇതൊരെണ്ണം കൊണ്ടാലും നാട്ടില് ആന്റി ആവൂല. ബഡായിരിക്കും നല്ല ബഡ് മേടിക്കാനോ കായ്ക്കാനോ? ഏതായാലും ഞാൻ വന്നതിന് ശേഷം 20 വർഷം എന്നിട്ടാണ് ഇത് കായ്ച്ചത് ആദ്യമായിട്ട്? പിന്നെ എന്നാലും അത്ര ഇല്ലാളോ. ഓ അതിലും വേണം ബഡാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കഴിക്കു. അതാ ഞാൻ ചോദിച്ചപ്പോൾ കഴിയിട്ട് തന്നെ നിലത്ത് പോകും. കൊച്ചു ഇത് മൊത്തം കൊട്ടക്കടി എനിക്ക് കൊടുക്കടി എനിക്ക് കോട്ടടി കോട്ട. അങ്ങനെയല്ല അവൻ അതല്ല ജീൻ പറഞ്ഞേ. ഞങ്ങൾക്കോ നല്ലോണം കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളേലും കൊടു. ഇച്ചു അതിനകത്ത് കുരു ഉണ്ട് കേട്ടോ. ചുമ്മാ തമാശ കളിക്കേ. ഇവിടെ ചട്ടിച്ചോറില്ല. നീ ഇന്നലെ അപ്പം ബീഫും കഴിച്ചാലോ? ബാ വൈകുന്നേരം പള്ളിക്ക് പോവാം. എടി പെട്രോളിന്റെ പൈസ എങ്ങനെ നോക്കണ്ടേ? 10,000 രൂപ മുടക്ക ചെലവ്. അപ്പം ബീഫും അതല്ല 100 വർഷം അവിടുന്ന് വരണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇതിപ്പോ ഷാജിയെങ്കിലും ഇല്ല. ഷാജിയെങ്കിലും പറഞ്ഞു ഇന്നലെ വന്നപ്പം ബീഫ് കുറച്ച് അങ്ങോട്ട് എടുത്തോളാൻ കറി വീട്ടിൽ വെക്കുന്നത്.
കുടിച്ചില്ല ഞാൻ നന്ദി ഭക്ഷണം വാങ്ങി കുടിച്ചില്ല. പന്നിയും പൂട്ടിയും കഴിച്ചിട്ട് ക്ഷീണം. പോട്ടി വേണ്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നു എൻ്റെ മനസ്സിനോട്. പക്ഷെ എൻ്റെ മനസ്സിനെ അനുവദിച്ചില്ല. നല്ലതായിരുന്നു. ആരാ കുക്ക് ചെയ്തേ? ഞാൻ പോട്ടിയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അത് അടുപ്പിലിരുന്ന് വേഗുന്നു ഇന്നലെ. അമ്മച്ചി അത് എപ്പോൾ ശരിയാക്കി അടുപ്പത്ത് കയറ്റി. അങ്ങനെ കുറച്ച് അലക്കാനും പിന്നെ പിള്ളേർക്ക് കുളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെയും കൊണ്ട് ആറ്റിൽ കുളിക്കാൻ പോവാണ്. ഇനി നമുക്കപ്പം അല്പം കുളിസീൻ കാണാം. ആറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ എരുമേനെ സൈഡിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എരുമയ്ക്ക് ഉള്ള കപ്പത്തൊലിയോ അങ്ങനെ എന്തോ അമ്മച്ചി അവിടെ വെച്ചിട്ടുണ്ട്, അതും കൊടുക്കണം. പിന്നെ ഈ ഒരു മരത്തിൻ്റെ കാ അവിടെ വീഴുന്നുണ്ട്, അത് എരുമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതും കുറച്ച് പറക്കി കൂട്ടി എരുമയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് വെള്ളത്തിലോട്ടിറങ്ങാം. അങ്ങനെ എല്ലാവരും റെഡിയായി. അനിനും അനിയത്തിയൊക്കെ സ്കൂട്ടിക്കായിരുന്നു. നമ്മളെല്ലാവരും പിള്ളേർ 2 പേര്, ഇച്ചു 3, ഇവരെല്ലാവരും, പിന്നെ അമ്മച്ചി, നാത്തും,
ഞാൻ അതുകൊണ്ട് നമ്മൾ കാറിനാണ് പോകുന്നത്. ആ പച്ച സ്കൂട്ടിക്ക് വരും. I was built to last with the webs I'm weaving. I could change the past with all I'm achieving. Got my foot on the gas, never stop competing. If you break like glass, then this life's gonna end. I wanna be the best in the game, invest in my name. Check no restraints, I'm obsessed with the pain. I ingest, I retain, assess and I change. Possessed by the thought I'll be free one day from society's restraints. Money, clout and fame, a disease, a plague. We all love to hate, have to play the game, have to make a name. All our insecurities are on display. This is war with the enemy, think that it was meant to be. Living in a time where disease is on every screen. I won't let them fester me, I know most are festering. Negativity is a plague for the mentally weak. No mercy, all I got is working. Never stop searching, never quench the thirsty. I'm toxic and psychotic with this logic, you can't stop it. It's been chronic since I was a boy, so neurotic and chaotic. Go! Built to last with the webs I'm weaving. I could change the past with all I'm achieving. Got my foot on gas, never stop competing. If you break like glass, then this life's gonna eat 'em. Make mistakes real fast, then you learn how to beat 'em. If you take off the cast, you can see all the healing. If the pain's in the past, move on from the grave and put your foot on the gas. No, never stop competing, yeah. I've been doing this, I'm on it. I just wanna be iconic. Sipping on a gin and tonic, got me going off when I'm on this topic, yeah. If I ever play, I want it. You know that I'm always honest. Stay away from those who are toxic. Keep 'em out your face, no way, you don't want 'em, yeah. Don't try to drain my energy. The enemy is everything. It's mentally, unhealthily, spreading like a rare disease. But I won't let it get to me. I don't need your therapy. I can leave a legacy of leading by intensity. Come on, we can fight this. Freedom is priceless. Spread just like a virus.